വീഡിയോയിൽ അഡ്വേർബിനെ കുറിച്ചാണ്. എന്താണിത്? വാട്ട് ഈസ് ആൻ അഡ്വേർബ്? എ വേർഡ് സേസ് സംതിങ് അബൌട്ട് എ വേർബ് ഓർ ഡിസ്ക്രൈബ്സ് അബൌട്ട് എ വേർബ്. വേർബിനെ കുറിച്ച് പറയുന്ന, വേർബിനെ വർണ്ണിക്കുന്ന ഒരു വാക്കാണ് അഡ്വേർബ്. അഡ്വേർബ് വേർബിന് ശേഷമോ ചിലപ്പോൾ അത് വേർബിന് മുൻപോ സബ്ജക്റ്റിന് ശേഷം വാക്യത്തിൽ വന്നേക്കാം. ഒരു ക്രിയ എങ്ങനെ നടന്നു, എപ്പോൾ നടന്നു, എവിടെ നടന്നു, എപ്രകാരം നടന്നു, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത്, ഈ അറിവ് ലഭിക്കുന്നത് അഡ്വേർബ് എന്ന ശബ്ദം എന്ന വാക്ക് വരുന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഞാനൊരാളെ വിളിക്കുകയാണ്, വാ. വാ പറയുമ്പോൾ എവിടെ വരണം, അല്ലെ പോ, എവിടെ പോകണം. കം ഹിയർ എന്ന് പറയുമ്പോൾ വേറും അഡ്വേറുമായി. അപ്പോൾ ഇവിടെ വാ. ഗോ ദയർ, അവിടെ പോ. അപ്പോൾ എവിടെ വരണം, എവിടെ പോകണം, എങ്ങനെ ചെയ്യണം, എപ്രകാരമായിരിക്കണം, ഇതൊക്കെയും വ്യക്തമാക്കി തരുന്ന ഒരു ശബ്ദമാണ് അഡ്വേർബ്. ഇത് പലപ്പോഴും മോഡിഫൈ ചെയ്യുന്നത് നോട്ട് ഓൺലി വിത്ത് വേർബ് ബട്ട് ഈവൻ other words, maybe adjective or even sometimes another adverb. ഇത് വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ കുറിച്ച് പറയുന്നത് വേർബിനെ പറ്റി മാത്രമല്ല, ചിലപ്പോൾ അഡ്ജക്റ്റീവ് ആകാം, അല്ലെങ്കിൽ മറ്റൊരു അഡ്വേർബ് ആകാം. വാക്യത്തിൽ വന്നിട്ടുള്ള മറ്റൊരു അഡ്വേർബിനെയും ഡിസ്ക്രൈബ് ചെയ്തേക്കാം. മൊത്തം വാക്യത്തെയും ഡിസ്ക്രൈബ് ചെയ്തേക്കാം ചിലപ്പോഴൊക്കെ. എന്നാൽ മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വേർബിനെയാണ്. ചില ഉദാഹരണങ്ങളിൽ കൂടെ കൂടുതൽ വ്യക്തമാക്കാൻ ശ്രമിക്കാം. ദേ വോക്ക്, അവർ നടക്കുന്നു, നടക്കുന്നുണ്ട്. എങ്ങനെ നടക്കുന്നു എന്നുള്ള അറിവ് ഇല്ല, കാരണം വേർബിന് ശേഷം അഡ്വേർബില്ല. ദേ വോക്ക് സ്ലോലി അല്ലെങ്കിൽ ദേ വോക്ക് ഫാസ്റ്റ്. അപ്പോൾ ഇത് വ്യക്തമാണ്, അവർ പതുക്കെ നടക്കുന്നു അല്ലെങ്കിൽ അവർ സ്പീഡിൽ, വേഗത്തിൽ നടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിലെ വാക്യം ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതൊരു അറിവ് തരുന്ന വാക്യമാണ്. ഇനി ഓർഡറായോ അല്ലെങ്കിൽ റിക്വസ്റ്റായോ പറയുന്ന വാക്യങ്ങളിലും അഡ്വേർബ് വരും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കം ഹിയർ അതൊരു ഓർഡറാണ്, അല്ലെങ്കിൽ പ്ലീസ് ഗോ ദെയർ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങളിലും അഡ്വേർബ് വരുന്നു. അതുപോലെ ഇൻട്രോഗേറ്റീവായ വാക്യങ്ങളിൽ ക്യാൻ യു വോക്ക് ഫാസ്റ്റ് അല്ലെങ്കിൽ ക്യാൻ യു വോക്ക് സ്ലോലി, നിനക്ക് വേഗത്തിൽ നടക്കാൻ കഴിയുമോ, നിനക്ക് പതിയെ പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനായിട്ടുള്ള ഇൻട്രോഗേറ്റീവായിട്ടുള്ള വാക്യങ്ങളിലും അഡ്വേർബ് വരുന്നുണ്ട്. ഇനിയും there are different types of adverbs like adverb of manner, adverb of time, adverb of place, adverb of frequency, etc. പല വിധത്തിലുള്ള അഡ്വേർബുകളാണ്. സമയത്തെ കാണിക്കുന്നത് അല്ലെങ്കിൽ സ്ഥലത്തെ കാണിക്കുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള അഡ്വേർബുകളാണ് ഉള്ളത്. അഡ്വേർബ് ഓഫ് മാനർ, ഫ്രീക്വൻസി, പ്ലേസ് അല്ലെങ്കിൽ ടൈം, എവിടെ നടന്നു, എപ്പോൾ നടന്നു, നടന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ. അതായത് പാസ്റ്റിലും പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ഉപയോഗിക്കുന്നു. ഇന്നലെ നടന്നത്, ഇന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത്. എങ്ങനെ പോകുന്നു, എങ്ങനെ പോയി, എങ്ങനെ പോകും. അപ്പോൾ ഈ വിധത്തിൽ എല്ലാ കാലങ്ങളിലും അഡ്വേർബ് വേർബിനോട് കൂടെയോ അല്ലെങ്കിൽ മറ്റു വാക്കുകളോട് കൂടെയോ, പ്രത്യേകിച്ച് അഡ്ജക്റ്റീവിനോട് കൂടെയോ മറ്റൊരു അഡ്വേർബിനോട് കൂടെയോ മൊത്തം വാക്യത്തെയൊക്കെയും മോഡിഫൈ ചെയ്തു വരും. ദേ ഗോ സ്ലോലി, അവർ പതിയെ പോകുന്നു, പതിയെ പോകുന്നുണ്ട്. എൽ വൈ, സാധാരണ അഡ്വേർബ്സ് ഓഫ് മാനറിൽ എൽ വൈ വരുമ്പോൾ മിക്കവാറും അത് അഡ്വേർബ് ഓഫ് മാനർ ആയിരിക്കാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. ദേ വെൻറ്റ് യെസ്റ്റർഡേ, ഇന്നലെ പോയി. ദേ വിൽ ഗോ ടുമോറോ, നാളെ പോകും. അപ്പോൾ ഇങ്ങനെ എല്ലാ കാലങ്ങളിലും അഡ്വേർബ് വേർബിനോട് കൂടെ ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ ഒരു പ്രവൃത്തി ഏത് അളവിൽ നടക്കുന്നു, ഏത് സമയത്ത് നടക്കുന്നു, ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നടക്കുന്നു, എപ്രകാരം നടക്കുന്നു, ഏത് രീതിയിൽ നടക്കുന്നു, ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്ന വാക്കാണ് അഡ്വേർബ്. സാധാരണയായി വേർബിന് മുൻപാകെ വരുന്ന അഡ്വേർബ്സ് ആണ് ഓൾവേസ്, നെവർ, ഓഫൺ, ഫ്രീക്വൻ്റ്ലി, എറ്റ്സെട്ര. അപ്പോൾ വാക്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ക്രിയ എപ്പോൾ, എങ്ങനെ, എവിടെ, എപ്രകാരം
നടന്നു, നടക്കുന്നു അല്ലെങ്കിൽ നടക്കും എന്നുള്ളതായ അറിവ് അഡ്വേർബ് നമുക്ക് തരുന്നു.